ആ പൈസ ഇതാ എത്രയാ? ഒരായിരം എടുക്കും. 1000? ആ ഇതാ. അതെ, ഇനി നമുക്ക് വർക്കുണ്ട്. നമുക്ക് ചെയ്യാന്ന്. അതായിട്ട് ചെയ്തു തരണം. ആയിക്കോട്ടെ എന്താ അപ്പം എങ്ങടാ? ഞാൻ തരും. കള്ളി ഷാപ്പിലേക്കാ? ഹേയ് നിനക്കെന്താ? ഏ ഇല്ല ഇതുവരെക്ക്. എന്ത് ജന്മത്. ഒരു കുപ്പി ഒരു കുപ്പി എടുത്തോ. പറക്കൊക്കെ ആണല്ലോ. കാണാമല്ലോ ഇപ്പോ. ആ അതാണ് ഇവിടെ ഉണ്ട്. ആ അത് കാണത്ത്. മോളെ ഡാ സതീശ, എൻ്റെ വണ്ടിയാ റോട്ടിൽ നിന്ന് കിട്ടിയത്. എന്താ എൻ്റെ ഉദ്ദേശം? കുടിച്ചു കുടിച്ച് നശിക്കാനാണോ? ഉള്ളിൽ കയറിയിരിക്കാം, നമുക്ക് അതിൻ്റെ കാര്യം പിന്നെ സംസാരിക്കാം. നിനക്ക് നിൻ്റെ മോളിയും ഭാര്യനെയും കാണുന്ന ആഗ്രഹമില്ലേ? ഭാര്യ ഒരു വർഷമായിട്ട് ഞാനിവിടെ ചത്തോ ജീവിച്ചോന്ന് അന്വേഷിച്ചിട്ടുണ്ടോ ആരെങ്കിലും വന്നിട്ട്? ഇവിടെ കഞ്ഞി വെള്ളം കുടിക്കേണ്ടത് വെക്കാൻ ആരുമില്ല. അവളൊക്കെയാണ് ഭാര്യ. എൻ്റെ മോളൊന്ന് കാണുന്നുണ്ട്. ഡാ, നിൻ്റെ ഈ കുടി നിർത്താണ്ട് നിൻ്റെ മോളെയും ഭാര്യയും കാണാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവരിങ്ങോട്ട് വരുന്നു തോന്നുന്നുണ്ടോ? ആൻറ്റോ എനിക്കത് പറ്റായിട്ടല്ലടാ. അല്ലാതെ 24 മണിക്കൂർ വെള്ളമടിച്ച് നടക്കാൻ എനിക്ക് ആഗ്രഹം വിചാരിച്ചിട്ടാ. അതെന്തായാലും മനസ്സിലാക്കുന്നില്ലല്ലോ. ഡാ, വിചാരിച്ചാൽ നിർത്താൻ പറ്റാത്തായിട്ട് ഒന്നുമില്ല. നീ വിചാരിക്കാത്താണ് കുഴപ്പം. നീ ഇത്ര നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് നീ അത് കളഞ്ഞു വിളിക്കല്ലേ ഈ കള്ളുകൂടിയായിട്ട് നടന്നിട്ട്. നിനക്കൊന്ന് വരയ്ക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിൻ്റെ അടുത്ത് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നീ ചിന്തിക്ക്. നിൻ്റെ മോളായിട്ടൊക്കെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീ ഒന്ന് ചിന്തിക്ക്. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഞാനേ പോയിട്ട് പിന്നെ വരാം.
സതീഷിന് പറിക്കാൻ പറ്റില്ലെന്ന് ഞാൻ കാണിച്ചടാ. ഹലോ, അതിന് എൻ്റെ ഒപ്പം താമസിക്കാൻ എനിക്കും താല്പര്യമില്ല. എൻ്റെ മോളെ കാണാൻ ഞാൻ പറഞ്ഞത്. അതിന് എൻ്റെ മാത്രമല്ലോ, എൻ്റെ കൂടെ അല്ലേ മോള്. എന്നാൽ കോടതി പോയിട്ട് കാണാമെങ്കിൽ കോടതി പോയി കാണാം. നീയും നിൻ്റെ വീട്ടുകാരും കൂട്ടി കുറേ ഉണ്ടാക്കിയതിലടി. മതി, നിർത്ത്. എനിക്കിപ്പോൾ നിൻ്റെ ഒപ്പം പൊറുക്കാൻ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. എൻ്റെ മോളെ കാണണം. മോളെ ഞാൻ നോക്കിക്കോളാം. ഇതുവരെ നീ നോക്കിയതല്ലേ? കട്ടാക്കിയില്ലേ? ശരി, ഇത് തരാം. നിനക്കുള്ള പണി ഞാൻ തരാം. നിനക്കുള്ള പണി ഞാൻ തരാം.
സായിച്ചേട്ടാ ആ ഷർഫോ എപ്പോഴാണ് വന്ന്? ഞാൻ വന്നിട്ട് 2 ദിവസമായിരുന്നു. എന്തൊക്കെ പിന്നെ അവിടത്തേക്ക് വിശേഷം? സുഖം തന്നോ? നമ്മുടെ നാടാകെ മാറിയില്ലേ? നിങ്ങൾക്ക് മാത്രം ഒരു മാറ്റമില്ലേ? ആരോ പറഞ്ഞ് എനിക്ക് പറ്റില്ലെന്ന്. ഡെയിലി 1 ലിറ്റർ അടിച്ചായിരുന്ന ആളിപ്പോൾ 1 ലിറ്റർ അടിക്കാൻ തുടങ്ങി. എത്ര ദിവസം ഉണ്ടോ ലീവൊക്കെ? ഞാനിപ്പോൾ പോകുന്നില്ലെന്നോ, ഞാൻ അവിടെ നിർത്തി. അവിടെ ഒരു സുഖമില്ലേ? ഇവിടെ ആകുമ്പോൾ നമ്മുടെ കുടുംബമുണ്ട്, നമ്മുടെ നാട്, നമ്മുടെ ഫ്രണ്ട്സ്, അത് മതിയില്ലേ? അത് നല്ലതാ, അങ്ങനെ വേണ്ടത്. അണക്കാകുമ്പോൾ സ്നേഹിക്കാൻ നല്ലൊരു ഭാര്യ ഉണ്ട്, നല്ലൊരു കുടുംബമുണ്ട്. പുറത്ത് പോയിട്ട് എന്താ കാര്യം? അങ്ങനെ വേണ്ടത്. നാട്ടിൽ ഉപ്പാനൊക്കെ സഹായിച്ച് നിൽക്ക്, അല്ലാതെ ജീവിതകാലം മുഴുവൻ പുറത്ത് പോയി നിന്നിട്ട് എന്തുണ്ടാക്കാനാ? പിന്നെന്താ ചോദിച്ചേട്ടാ വീട്ടിലത്തൊക്കെ വിശേഷം? ഉം. വീട്ടിലെന്ത് വിശേഷം? 1 വർഷമായി ഞാനിവിടെ ഒറ്റയ്ക്കാണ്. അവൾ പോയിട്ട് അവൾക്ക് കുടിയൻ്റെ ഒപ്പം ജീവിക്കാൻ താല്പര്യമില്ലെന്ന്. നിങ്ങൾക്കൊന്ന് നന്നായിക്കൂടെ? ഡെയിലി 2 എണ്ണം വെച്ച് അടിച്ചിരുന്ന ഞാൻ. അപ്പോൾ അവൾ പോയ അവിടെ നിന്ന് കിട്ട് ഞാനൊരു മുഴുവൻ കുടിയനായിട്ട് മാറി. അറിയോ കണക്ക്? എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കുടുംബം നമുക്ക് വലുത്. ഇപ്പോൾ വിളിക്കണ്ടതോ, ഞാൻ പോവാ. ശരി. ആ ഇതാ വരുന്നത്. സതീശ, 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 എന്താ പറ്റി? സതീശ എണീക്കടാ. സതീശ എന്താ പറ്റി? സതീശ, സതീശ, സതീശ എന്താ പറ്റി? എടാ കണ്ണു തുറക്കണം. എന്താ പറ്റി സതീശ? എടാ നീക്കടാ സതീശ, എന്താ പറ്റി? നന്ദിനി, നമ്മുടെ സതീശൻ അവൻ പോയി.